ഇന്നലെ വൈകിട്ട് ഒരു 5 മണി ആയപ്പോൾ ഒരു ഒരു 10 സെക്കൻഡേ നിന്നുള്ളൂ. എന്തോ ഒരു കാറ്റായിരുന്നറിയോ. ഈ സൈഡിലെ മൊത്തവും പോയി, മൊത്തം വീടുകൾ മൊത്തം നശിച്ചു. ആ റെജിയുടെ വണ്ടിയുടെ മണ്ടയിലെ മരങ്ങളെല്ലാം വീണ് കിടക്കുന്നു. ഇവിടുത്തെ കൃഷികളെല്ലാം പോയി. ഇന്നലെ ഫയർഫോഴ്സുകാരെയൊക്കെ വിളിച്ച് പറഞ്ഞ ഭാഗ്യം അതല്ല, ഇന്നലെ ഒരു 10-30 സ്കൂൾ ബസ് ഇതുവഴി പോകുന്നതാണ്. പക്ഷെ ഭാഗ്യത്തിന് ആ ലാസ്റ്റ് വണ്ടി പോയി കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടായത്. ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും എന്തുവായാലും ദൈവത്തിന്റെ കൃപയാലും അപകടങ്ങളൊന്നും ഉണ്ടായില്ല. വീടുകൾ മൊത്തം നശിച്ചു, മൊത്തം നശിച്ചു. ആർക്കും വെളിയിൽ ഇറങ്ങാൻ വയ്യാത്ത സ്ഥിതിയാണ്. ഈ റോഡ് മൊത്തം ഇവിടുന്ന് 20ഓളം പോസ്റ്റുകളാണ് ഈ വന്മളയെന്ന് 10 വരെ ആ പാലത്തിന്റെ അവിടം വരെ പോയി 20ഓളം ബസ്സുകൾ. അവിടെ ആ വള്ളിയത്തിൽ കിടക്കുന്ന ആട്ടോയൊക്കെ ഇടയ്ക്ക് സൈഡിൽ കയറ്റിയിട്ട് അവരുടെ വീടുകളിൽ ചെല്ലാൻ വയ്യാത്ത രീതിയിൽ ആയിപ്പോയി. അങ്ങനെ ഇവിടെ എല്ലാം കൃഷികളെല്ലാം ആ ഒരു താഴത്തെ ഒരു ശശി എന്ന് പറയുന്ന ആളുടെ കൃഷിയാണെങ്കിൽ 10-40 മൂട് ചീനി ഉണ്ടായിരുന്നു. അത് മൊത്തം പിഴുതെടുത്ത് കളയുന്ന മാതിരി കാറ്റ് കൊണ്ടുപോയി. അത്ര ഭയങ്കര നാശനഷ്ടമാണ് ഇന്നലെ ഈ പന്മള പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. 10-12 വീടുകളോളം പോയിട്ടുണ്ട്. വീടിന്റെ മണ്ടയിലെ ഷീറ്റുകളെല്ലാം പോയി. ആ രാജുവിന്റെ വീടിന്റെ കംപ്ലീറ്റ് മണ്ടയിലും തടി കിടക്കുവാണ് ഇപ്പോഴും. പിന്നെ അച്ചുകുഞ്ഞിന്റെ വീടിന്റെ ഷീറ്റ് കംപ്ലീറ്റ് ഒടിഞ്ഞു പോയി. ഇവിടെ ബിജുവിന്റെ ലക്കിനാണ്, ബിജുവിന്റെ ഭാഗ്യത്തിന് ബിജുവിന്റെ വണ്ടി 2 ഇവിടെ കിടപ്പുണ്ടായിരുന്നു. എന്തുമായാലും ബിജുവിന്റെ വീടിന്റെ മണ്ട വീണില്ല. അതാണ്ട് ഇവിടെ എല്ലാം പോസ്റ്റ് വീണ് കിടക്കുക. ഇവിടെ ഇന്നലെ ഈ സമയത്ത് ഇവിടെ ആളില്ലായിരുന്നു. അവര് വേറൊരു ഫംഗ്ഷന് പോയതുകൊണ്ട് ഇവിടെ ഇല്ലായിരുന്നു. എന്തുമായാലും ഭാഗ്യത്തിന് ആർക്കും അപകടങ്ങളൊന്നും ഉണ്ടായില്ല. ഭയങ്കര കാറ്റും ഇതൊക്കെയായിരുന്നു. എന്തുമായാലും ഭാഗ്യം എന്ന് പറയുന്നത് സ്കൂൾ ബസ്സുകൾ 10-20 വണ്ടി സ്കൂൾ ബസ്സുകൾ പോകുന്ന കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റാതെ എന്തുമായാലും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. ഇന്നലെ വൈകിട്ട് ഒരു 5 മണി ആയപ്പോൾ ഒരു 10 സെക്കൻഡേ നിന്നുള്ളൂ. എന്തോ ഒരു കാറ്റായിരുന്നറിയോ. ഈ സൈഡിലെ മൊത്തവും പോയി, മൊത്തം വീടുകൾ മൊത്തം നശിച്ചു. ആ റെജിയുടെ വണ്ടിയുടെ മണ്ടയിലെ മരങ്ങളെല്ലാം വീണ് കിടക്കുന്നു. ഇവിടുത്തെ കൃഷികളെല്ലാം പോയി. ഇന്നലെ ഫയർഫോഴ്സുകാരെയൊക്കെ വിളിച്ച് പറഞ്ഞ ഭാഗ്യം അതല്ല, ഇന്നലെ ഒരു 10-30 സ്കൂൾ ബസ് ഇതുവഴി പോകുന്നതാണ്. പക്ഷെ ഭാഗ്യത്തിന് ആ ലാസ്റ്റ് വണ്ടി പോയി കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടായത്. ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും എന്തുവായാലും ദൈവത്തിന്റെ കൃപയാലും അപകടങ്ങളൊന്നും ഉണ്ടായില്ല. വീടുകൾ മൊത്തം നശിച്ചു, ആർക്കും വെളിയിൽ ഇറങ്ങാൻ വയ്യാത്ത സ്ഥിതിയാണ്. ഈ റോഡ് മൊത്തം ഇവിടുന്ന് 20ഓളം പോസ്റ്റുകളാണ് ഈ വന്മളയെന്ന് 10 വരെ ആ പാലത്തിന്റെ അവിടം വരെ പോയി 20ഓളം ബസ്സുകൾ. അവിടെ ആ വള്ളിയത്തിൽ കിടക്കുന്ന ആട്ടോയൊക്കെ ഇടയ്ക്ക് സൈഡിൽ കയറ്റിയിട്ട് അവരുടെ വീടുകളിൽ ചെല്ലാൻ വയ്യാത്ത രീതിയിൽ ആയിപ്പോയി. അങ്ങനെ ഇവിടെ എല്ലാം കൃഷികളെല്ലാം ആ ഒരു താഴത്തെ ഒരു ശശി എന്ന് പറയുന്ന ആളുടെ കൃഷിയാണെങ്കിൽ 10-40 മൂട് ചീനി ഉണ്ടായിരുന്നു. അത് മൊത്തം പിഴുതെടുത്ത് കളയുന്ന മാതിരി കാറ്റ് കൊണ്ടുപോയി. അത്ര ഭയങ്കര നാശനഷ്ടമാണ് ഇന്നലെ ഈ പന്മള പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. 10-12 വീടുകളോളം പോയിട്ടുണ്ട്. വീടിന്റെ മണ്ടയിലെ ഷീറ്റുകളെല്ലാം പോയി. ആ രാജുവിന്റെ വീടിന്റെ കംപ്ലീറ്റ് മണ്ടയിലും തടി കിടക്കുവാണ് ഇപ്പോഴും. പിന്നെ അച്ചുകുഞ്ഞിന്റെ വീടിന്റെ ഷീറ്റ് കംപ്ലീറ്റ് ഒടിഞ്ഞു പോയി. ഇവിടെ ബിജുവിന്റെ ലക്കിനാണ്, ബിജുവിന്റെ ഭാഗ്യത്തിന് ബിജുവിന്റെ വണ്ടി